യിങ് ആൻഡ് യാങ്. കേട്ടിട്ടുണ്ടോ? അതായത് ഇത് ചൈനീസ് വേർഡാണ്. ഇത് ജീവിതത്തിനെ കുറിച്ച് ആണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇരുട്ടും വെളിച്ചവും, അതായത് കറുപ്പും വെളുപ്പും. അതായത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചോളം ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ എതിര് വേണം. അതായത് ദൈവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പിശാച് വേണം. നന്മ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് തിന്മ വേണം. അല്ലാതെ മാറ്റമില്ലാത്ത ഒന്നിനും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ബ്രെയിൻ നോട്ട് ചെയ്യണമെങ്കിൽ മാറ്റം വേണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു സ്ഥലത്ത് ഭയങ്കര സൗണ്ടാണ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു 2 ദിവസം അവിടെ താമസിച്ച് കഴിയുമ്പോൾ ആ സൗണ്ട് നമ്മൾ കേൾക്കുമോ? അല്ല നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുമോ? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഭയങ്കര ദുർഗന്ധമാണ്, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യുമോ? ഇല്ല. ദാറ്റ്സ് അവർ ബ്രെയിൻ. അപ്പോൾ നമ്മൾ ശരി തെറ്റ്, വിജയം പരാജയം, ഇതിൻ്റെ സമ്മിശ്രമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ അതിൽ നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. കാരണം പരാജയപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിജയം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ജനിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് വീടും കാറും ഭക്ഷണവും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ജനിച്ചപ്പോഴേ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനൊരു സംഭവത്തെ ഫീൽ ചെയ്യാനുള്ള വഴിയുണ്ടോ? ഇല്ലാത്ത സമയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഉണ്ടാവുമ്പോൾ മാത്രമല്ലേ നമുക്കത് അതിൻ്റെ സന്തോഷം, നമുക്ക് ആ പ്ലഷർ ഫീൽ ചെയ്യുള്ളൂ. അല്ല ആദ്യം മുതലേ ഉള്ള കാര്യം നമുക്ക് പിന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഇല്ലായ്മകളാണ് ആക്ച്വലി നമ്മുടെ സന്തോഷത്തിൻ്റെ നിദാനം. അങ്ങനെ നമ്മളിപ്പോൾ ഈ യിങ് യാങ് വെച്ചിട്ട് ഇങ്ങനെ നന്മ തിന്മ വിജയ പരാജയങ്ങളെ പറ്റുന്ന ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സ്ട്രെസ്സ് വരും, സ്ട്രെയിന് വരും, സന്തോഷം വരും, നല്ല ഫീലിങ്സും വരും, മോശം ഫീലിങ്സും വരും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അസ്തമിക്കും. പിന്നെ യിങ് യാങ് ഇല്ല, ശരി തെറ്റുകളില്ല. ജീവിതത്തെ നമ്മൾ അതുപോലെ സ്വീകരിക്കാൻ തുടങ്ങും. എല്ലാം ശരിയാണെന്ന് പറയാൻ. നേരത്തെ പറഞ്ഞില്ലേ, പിശാചില്ലെങ്കിൽ ദൈവമില്ല നമ്മളെ ബ്രെയിനെ സംബന്ധിച്ചോ. അപ്പോൾ പിശാചും ശരിയല്ലേ? ആ പിശാചിനെ ഉണ്ടാക്കിയും ദൈവമല്ലേ? വേണ്ടാത്ത ആരെങ്കിലും ദൈവം ഉണ്ടാക്കുമോ? അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാം ശരി. ഒരു സിനിമയിൽ ഒരു വില്ലൻ ഇല്ലയെന്ന് വിചാരിക്കുക, സിനിമ ഉണ്ടോ? അപ്പം സംബഡി ഹാസ് ടു ബി എ വില്ലൻ. ആ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, വേദന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നടന്നതെല്ലാം നല്ലതിന്, നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതിന്, ഇനി നടക്കേണ്ടത് നല്ലതിന് എന്ന് ചിന്ത വരുമ്പോൾ ഈ യിങ് യാങ് നിൽക്കും. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്, അതിൻ്റെ പേരാണ് ബ്ലിസ്, ആനന്ദം. അത് സന്തോഷത്തിൻ്റെ അതുക്കും മേലെയാണ്. മനസ്സിലായോ? ആ ബ്ലിസ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വിവേകമുണരണം, കുറ്റം പറയുന്നത് നിർത്തണം. അത് കഴിയുമ്പോൾ ജീവിതത്തിൽ ആവശ്യത്തിന് തിരിച്ചടികൾ കിട്ടി പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങളും നേട്ടങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നേടി അവസാനം നമുക്ക് മനസ്സിലാവും ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് ഇതുപോലെ അവസാനമില്ല എന്നുള്ളത്, എനിക്കൊരിക്കലും സംതൃപ്തിയാവാൻ കഴിയില്ല എന്നുള്ളത്. അതിൻ്റെയൊക്കെ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്ന് സെറ്റിൽഡാവും. പിന്നെ നമുക്കൊരു ഇരുത്തം, യിങ്ങും ഇല്ല യാങ്ങും ഇല്ല, ആനന്ദം, പരമാനന്ദം, സുഖം, സൗഖ്യം.